ഏറെ കാര്യങ്ങൾ ഓർമ്മയിലുണ്ട്. ഒത്തിരി കാര്യങ്ങൾ ഓർമ്മ വെച്ച് തന്നിട്ടാണ് സാധാരണ അപ്പന്മാരാണ് മക്കൾക്ക് ഓർമ്മ കൊടുക്കുന്നത്. എങ്കിലും പറയട്ടെ പ്രിയ പൈതലെ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കൂടുതൽ വിളിക്കുകയും സംസാരിക്കുകയും ചെയ്തു. അടുത്ത നാളുകളിലൊക്കെ കർത്താവിൻ്റെ വേലയിലേക്ക് പിന്നെയും പ്രവേശിച്ച് കർത്താവിന് വേണ്ടി അധികമായി അധ്വാനം ചെയ്യണമെന്നുള്ള തീരുമാനത്തിൽ കഴിഞ്ഞ തിങ്കൾ ചൊവ്വ ബുധൻ ഈ ദിവസങ്ങളിൽ ഉപവാസ പ്രാർത്ഥന നടത്തിയെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞു. കുഞ്ഞിങ്ങി പോരെ, ഇനി ഇവിടെ വന്നാൽ എവിടത്തില്ല, ഞാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ പ്രാവശ്യം വന്നത്. ഇതുപോലെ പലപ്പോഴും വന്നിട്ടുണ്ടെങ്കിലും, രോഗിയായിട്ട് വന്നിട്ടുണ്ടെങ്കിലും ബസ്സിൽ നിന്നിറങ്ങുമ്പോൾ ഞാൻ ഓടിച്ചെന്ന് ഒരുമ കൊടുക്കും. അവൻ പോകുകയാണെങ്കിൽ അവൻ എനിക്ക് ഒരുമ തരും. ഈ പ്രാവശ്യം അതുപോലെ പിക്ക് ചെയ്യാൻ ചെന്നപ്പോൾ വരുമ്പോൾ കാറിൽ നിന്നിറങ്ങി ഒരുമ കൊടുത്തു ഞാൻ. പക്ഷേ അവൻ സഞ്ചരിച്ച ബസ്സിനകത്ത് കയറിയായിരുന്നു, അവൻ്റെ കിടക്കയിലായിരുന്നു. നമ്മുടെ ബഹുമാന്യനായ സൂപ്രണ്ട് വേൾഡ് മിഷൻ്റെ നന്ദിയും സ്നേഹവും അവരുടെ പ്രാർത്ഥനയും എല്ലാം ഞങ്ങളെ അറിയിച്ചു. കണ്ടോളൻസും ആശ്വാസവും എല്ലാം അറിയിച്ചു. Even though I would like to extend my gratitude to our World Mission South Asian Superintendent Reverend C.C. Thomas, and at the same time, World Mission Asia Pacific Field Director Reverend Andrew Binda, he also yesterday called me and he comforted me with a comfortable words and prayers. I know it is little bit of time will be gone. I ask thanks, I apologize. I will finish my words. Also, our UPG International Director and Canadian also sent a message to me. Oh Pastor, I don't know how can I express my heartfelt condolence to you, because എൻ്റെ ആദ്യത്തെ മകൻ്റെ മരണസമയത്ത് അദ്ദേഹം എൻ്റെ വീട്ടിൽ വന്ന് പാർത്ത് മരണത്തിന് ശേഷം ഈ ദേശത്തും വന്ന് ദേശക്കാരെയും സഭക്കാരെയും എല്ലാം ആശ്വസിപ്പിച്ചു. അതുപോലെ തന്നെയായിരുന്നു രണ്ടാമത്തെ മരണം. ജെറാൾഡിൻ്റെ മരണസമയത്തും കർത്താവിൻ്റെ ദാസൻ C.C. തോമസ് സാർ വന്ന് ഇതുപോലെ ഞങ്ങളോട് സഹകരിച്ച് അവസാന ശുശ്രൂഷകൾ ചെയ്തു. അത് ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങളെ വീട്ടിലിരുന്ന് ധാരാളം സമയമെടുത്ത് സംസാരിക്കാനിടയായി. ഫീൽഡ് ഡയറക്ടറും UPG ഇൻ്റർനാഷണൽ ഡയറക്ടറും മാത്രമല്ല, അമേരിക്കയിൽ ധാരാളം പേരെന്നെ ഫേസ്ബുക്കിലും വാട്സപ്പിലും മെസ്സഞ്ചറിലും ഫോണിലൊക്കെ ധാരാളം ടെക്സ്റ്റ് മെസ്സേജുകളും അയച്ചു അവരുടെ കണ്ടോളൻസ് അറിയിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും പേരെനിക്ക് പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് സാംസങ് പാസ്റ്ററോട് പറഞ്ഞത് എല്ലാവരുടെയും പേരൊന്ന് എഴുതി വായിക്കണം. ധാരാളം പേരുടെ പേരുകൾ പറയാനുണ്ട്. കർത്താവിൻ്റെ എന്നെ ശ്രദ്ധിക്കുന്നവർ ഓൺലൈനിലുണ്ടെങ്കിൽ ഈ സന്ദർഭത്തെ നിങ്ങൾ മനസ്സിലാക്കി ഈ കേരളത്തിലും ഇന്ത്യയിലും ഏഷ്യയിലും യൂറോപ്പിലും ഓസ്ട്രേലിയയിലും ആഫ്രിക്കയിലും അമേരിക്കയിലും ധാരാളം രാജ്യങ്ങളിൽ നിന്ന് എനിക്ക് മെസ്സേജുകൾ വന്നിട്ടുണ്ട്, കണ്ടോളൻസ് വന്നിട്ടുണ്ട്. എല്ലാവർക്കും പേര് പറയാതെ ഒറ്റ വാക്കിലുണ്ട് നന്ദിയും എൻ്റെ സ്നേഹവും അറിയിക്കുന്നു. ഞാൻ എന്നും വെളുപ്പിനെ പാടുന്നൊരു പാട്ടുണ്ട്, ഒരു ശീലി പാടുവാൻ ആഗ്രഹിക്കുകയാണ്. ആരും എനിക്കില്ലെന്നെങ്കിൽ ഏകനായി തീർന്നെന്ന പാട്ട് ഞാൻ പാടാറുണ്ട്. പ്ലീസ് പ്രിയ സാംസൺ, കാരണം ഇപ്പോഴാണ് അത് അർത്ഥാൽ ആരും എനിക്കില്ലെന്നുള്ളത്.
ഞാൻ എന്നും ആ പാട്ട് ഇന്നലെ പാടാൻ പറ്റിയില്ലെന്നാണ് ഞാൻ ഓർത്ത്. പ്രാർത്ഥനയ്ക്ക് മുൻപേ എൻ്റെ കുഞ്ഞിനെ വിളിക്കും, പ്രാർത്ഥന കഴിഞ്ഞ് വിളിക്കും, കിടക്കുന്നതിന് മുൻപേ വിളിക്കും. ഞങ്ങളെ വിളിച്ചില്ലെങ്കിൽ രാവിലെ വൈകി എന്നാ വിളിക്കാതെ കിടന്നത്. എനിക്ക് ആരും വിളിക്കാം വാക്കുകളില്ല. ആരുമേനിക്കില്ലെന്നോ ഞാൻ ഏകനായി തീർന്നു, മാനസത്തിൽ ആദിപൂണ്ട് ഖേദിപ്പാൻ സാധു അന്ധനായി തീർന്നിടല്ലേ ദൈവമേ, സാധു അന്ധനായി തീർന്നിടല്ലേ ദൈവമേ. വൈഷമ്യമുള്ളേതു ഒന്നും കരകേറി നടക്കൊള്ളുവാൻ, വൈഷമ്യമുള്ളേതു കുന്നും കരകേറി നടക്കൊള്ളുവാൻ, രക്ഷകനൻ കാലുകൾക്കു വേഗമായി തീർന്നൻ പാതയിൽ ഞാൻ മാനിനെ പോൽ ഓടിയിടും, തീർന്നൻ പാതയിൽ ഞാൻ മാനിനെ പോൽ ഓടിയിടും. ഏറെ കാര്യങ്ങളും വാക്കുകളുമുണ്ട് എൻ്റെ കുഞ്ഞിനെക്കുറിച്ച് അവിടെ പറയാം. അവൻ പറഞ്ഞ് അവൻ്റെ അനിയനെക്കുറിച്ച് പറഞ്ഞു, അവൻ ഞാനായിരുന്നു, ഞാൻ അവനായിരുന്നു. എന്നാൽ ഇതെനിക്ക് കൂട്ടുകാരനായിരുന്നു, എനിക്ക് പിതാവായിരുന്നു, എനിക്കൊരു നല്ല ലീഡറായിരുന്നു, എഴുത്തുകാരനായിരുന്നു, എല്ലാമായിരുന്നു. ശൂന്യത മനസ്സിലാക്കിയത് കഴിഞ്ഞ ദിവസം രാവിലെ 10:30 ആയപ്പോഴാണ്. അതുവരെ I thought that I am something, but now I know that. ഞാൻ ഈ കഴിഞ്ഞ ഞായറാഴ്ച കർത്താവദാസൻ പറഞ്ഞ് എനിക്ക് പ്രസംഗിക്കാൻ വയ്യ, പാസ്റ്റർ ഇന്ന് സങ്കീർത്തനം വായിക്കണമെന്ന് പറഞ്ഞപ്പോൾ 37-ാം സങ്കീർത്തനം വായിച്ചിട്ട് ഞാൻ 3 വാക്ക് സഭയിൽ ഇൻസ്റ്റിറ്റ് ചെയ്ത് പ്രസംഗിച്ചു. ഒന്ന്, ട്രസ്റ്റ് ഇൻ ദ ലോർഡ്, ഡിലൈറ്റ് ഇൻ ദ ലോർഡ്, കമ്മിറ്റ് ഇൻ ദ വേ ഓഫ് ദി ലോർഡ്. പക്ഷെ അവരാരും എടുത്തിട്ടില്ല. എന്നതിന് ബുധനാഴ്ച എനിക്ക് മനസ്സിലായി, ദാറ്റ് മെസ്സേജ് വാസ് ടു മീ. ട്രസ്റ്റ് ഇൻ ദ ലോർഡ്, ഡിലൈറ്റ് ഇൻ ദ ലോർഡ്, കമ്മിറ്റ് ദ വേ ഇൻ ദ ലോർഡ്. എൻ്റെ വാക്കുകൾ വിഷമിക്കട്ടെ. ഇതുവരെ സഹായിച്ച ശുശ്രൂഷയെ സഹകരിച്ച കർത്താവദാസൻ സി വെച്ചും പാസ്റ്ററുടെ എല്ലാ സഭാപാസ്റ്റർമാരോടുള്ള എല്ലാ പ്രിയപ്പെട്ടവരോടുള്ള എൻ്റെ നന്ദി അറിയിക്കുന്ന സമരം വളരെ പോലെ നമ്മുടെ മിഷണറിയോട് ഞാൻ പ്രത്യേക എൻ്റെ ക്ഷമ വയ്ക്കുകയാണ്. ഐ ആം അപ്പോളജൈസ്. താങ്ക് യു ഫോർ യു കെയിം ഹിയർ ആൻഡ് do the ministry for us. It is comfortable for us. We will grateful to you, thankful to you. God bless you all. Thank you. Thank you.